ഹലോ. അപ്പോൾ ഓണമൊക്കെ വന്നില്ലേ, ഇനി പട്ടുപാവാടയൊക്കെ തയ്ക്കണ്ടേ? അങ്ങനെ കുറച്ച് പട്ടുപാവാടകൾ തയ്ക്കാൻ എനിക്കും കിട്ടി കേട്ടോ. പല തയ്യൽക്കാരോട് ചോദിച്ചാലും അറിയാം, അവർക്ക് ഈ ഒരു സീസണിൽ, ഓണം സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ പട്ടുപാവാടകളായിരിക്കും. അപ്പോൾ ഈ ഒരു പട്ടുപാവാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് കേട്ടോ. കിട്ടുന്ന പട്ടുപാവാടകൾ ഓരോന്നും വ്യത്യസ്ത മോഡലുകളായിരിക്കും. ഓരോരുത്തരും അയച്ചു തരുന്ന മോഡൽസൊക്കെ പല പല ഇപ്പോൾ നമുക്ക് യൂട്യൂബും പല സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന പിക്ചേഴ്സ് അയച്ചിട്ടായിരിക്കും നമുക്കിതുപോലെ തയ്ച്ച് തരാമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും, ഇതെങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിട്ട് ഒക്കെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു മോഡൽ വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ഈ ഒരു മോഡലിൽ തന്നെ കുറേ അധികം പട്ടുപാവാടകൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയുണ്ട്, നല്ലൊരു കോമ്പിനേഷനാണ്. റെഡ്, നല്ല ചില്ലി റെഡ് ബ്ലൗസും സെറ്റിൻ്റെ പാവാടയൊക്കെ ആകുമ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓണത്തിനൊക്കെ പട്ടുപാവാട ഇല്ലാണ്ട് എന്താ ഓണം അല്ലേ? പട്ടുപാവാടയും ഹാഫ് സാരിയും സെറ്റ് സാരി സെറ്റുമുണ്ട്, ഇതൊക്കെയല്ലേ ഓണത്തിനുള്ളൂ. ഓണത്തിന് പട്ടുപാവാടയും സെറ്റ് സാരിയും അല്ലാതെ പല വെറൈറ്റികൾ ആലോചിക്കുന്നവരുണ്ട്, പുതിയ പുതിയ എന്ത് വെറൈറ്റി കൊണ്ടുവരാമെന്ന് ആലോചിക്കുന്നവരുണ്ട്. എന്നാലും പട്ടുപാവാടയെ വെല്ലാനായിട്ട് ആരും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ തയ്ച്ചൊരു പട്ടുപാവാടയാണ്, വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. പട്ടുപാവാട ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയ പട്ടുപാവാടകളുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.